എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ഇവിടെ ഉപാസന എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ ഒരു എന്താ പറയാ മാർഗമാണ് ഈ ശക്തി മാർഗത്തെ കുറിച്ച് നല്ലതായിട്ട് ശക്തിപാദം എന്താണ്. അപ്പൊ അതിന്റെ കൂടെ അനുബന്ധിച്ച് ഇന്നിപ്പോ ഞാൻ പറയാൻ പോകുന്നത് ശക്തിപാദത്തെ കുറിച്ച് നമ്മൾ ഇത്രയും വിശദമായിട്ട് കേൾക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം ഈശ്വരേച്ഛയാണ് എന്ന് ആണ് അത് ആരില് എപ്പോഴും സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇന്നലെ കേട്ടു അല്ലെ. അപ്പൊ നമ്മൾ ഇത് സാധനാ മാർഗത്തിൽ പ്രവേശിച്ച് കൃത്യമായിട്ടുള്ള മന്ത്രപൂജ ഉപാസനകളൊക്കെ ചെയ്യുന്ന ഒരാളിനും ഭൂമിയിലെ ഭോഗങ്ങളൊക്കെ അനുഭവിച്ച് അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ഒരാളിനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈശ്വരനെ അന്വേഷിക്കാതെ സുഖമായി കഴിഞ്ഞാൽ പോരെ, ഇങ്ങനെയൊക്കെ ഒരു സാമാന്യ സംശയം തോന്നാൻ ഇടയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ അറിയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈശ്വരവിധി. അതെന്താണ് ഈശ്വരവിധി എന്നുള്ളത് നമ്മൾ സാമാന്യം കേൾക്കാറുണ്ട് അല്ലേ. അങ്ങനെയല്ല, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് തന്ത്രശാസ്ത്ര പ്രകാരം തന്നെ കുറച്ച് ഉദാഹരണങ്ങളുമായിട്ട് ഈശ്വരവിധി ഇതെല്ലാം ഒന്നുമായിട്ട് സപ്പോർട്ടീവാണ്. അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ മറ്റത് പറഞ്ഞില്ലെങ്കിൽ നാളെ ഒരു കാലത്ത് ശക്തിപാദം ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കാം അല്ലേ. അതുകൊണ്ട് അതുമായിട്ട് സപ്പോർട്ടീവ് ആയിരിക്കുന്ന ഈ ഒരു വിഷയം കൂടെ നമ്മൾ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അടുത്തതിലോട്ട് പോകുന്നത്. അപ്പോ എന്താണ് രണ്ട് തരത്തിലുള്ള ആളുകൾ തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് സാധനാ മാർഗത്തിൽ പോകുന്നതും ഒന്ന് യാതൊരു സാധനകളില്ലാതെ സുഖമായിട്ട് ജീവിക്കുന്നവരും. അപ്പൊ ഇവര് തമ്മിലൊരു എന്താണ് നമുക്ക് ഈ ശക്തിപാദം എന്ന് പറയുന്നത് ഈശ്വരേച്ഛയാണെങ്കിൽ ആരിൽ എപ്പോ സംഭവിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം അല്ലെ. ആ ഒരു ധ്വനി ഇതിലുണ്ടെന്ന് ചിലപ്പോ ചിലര് ചിന്തിച്ചേക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരം അതിന് വീണ്ടും എടുത്തു പറയുന്നത്. ഇത് നമ്മുടെ എന്താ പറയാ ഗുരുക്കന്മാര് തന്നെ പറഞ്ഞു തന്നിരിക്കുന്ന ഉത്തരമാണ്. നമ്മളിത് ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്കത് അതിന്റെ ഉത്തരം. അപ്പൊ ഇതിന്റെ മറുപടിയായിട്ട് നമ്മൾ ഉപാസകരെ സംബന്ധിച്ചിട്ടാണ് ഇത് കൂടുതലും പറയുന്നത്. കാരണം ഉപാസന ഇല്ലാത്തവർക്ക് എങ്ങനെ പോയാലും എപ്പോഴെങ്കിലും ഈശ്വരാനുഗ്രഹം കിട്ടിയാൽ മതി ഇല്ലേ. പക്ഷെ ഉപാസകർക്ക് അങ്ങനെയല്ല. അതെപ്പോ എങ്ങനെ ഇവിടെ വെച്ച് അപ്പൊ എന്റെ പ്രവർത്തനം കൊണ്ട് ഈശ്വരൻ എന്നിൽ അനുഗ്രഹിക്കും എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമുക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഉത്തരം പറയുന്നത്. അപ്പൊ നമ്മള് സത്യത്തെ ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാല് ചില പ്രധാന കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്രം പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോ പരമേശ്വരന്റെ അതായത് പരബ്രഹ്മത്തിന്റെ നിരപേക്ഷമായിട്ടുള്ള ഇച്ഛയാണ് സൃഷ്ടി തുടങ്ങിയ കൃത്യങ്ങള് എന്ന് നമ്മൾ കണ്ടു. ഈ പ്രപഞ്ചത്തിലെ അതായത് ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെ ഗതി ആ ഒരു ഈശ്വരനാണ് നിശ്ചയിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ അറിഞ്ഞു അല്ലെ. വളരെ കൃത്യമായിട്ട് നമുക്കതിനകത്ത് ഒരു കയ്യും ഇല്ല, ഒരു കൈകടത്തലും ഇല്ല. അത് എപ്പോൾ എങ്ങനെ ഇതെല്ലാം ഈശ്വര ഇച്ഛയാണ് അല്ലെ. അത് ഭഗവാൻ മാത്രം തീരുമാനിക്കേണ്ടതാണ്. നമുക്കിതിനകത്ത് വരിക എന്നുള്ള ഒരു ജോലി മാത്രമേ ഉള്ളൂ. അതിന് മുമ്പും പിമ്പും നമുക്കതിനകത്ത് യാതൊരു വിധത്തിലുള്ള കൈകടത്തലുകളും ഇല്ല. ഈ ഈശ്വര ഇച്ഛ എന്താണ് എന്നറിയാൻ നമ്മൾ ശ്രമിക്കാൻ പോവുകയാണ്. എന്താണ് ഈശ്വരന്റെ ഇച്ഛ? നമ്മൾ ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയല്ല, അത് നമുക്ക് പറ്റില്ല. കാരണം ഇത് അറിയുന്ന ഋഷിമുനിമാരുടെ ഭാഗത്തു നിന്ന് നമ്മളൊന്ന് നോക്കുകയാണ്. അപ്പോ ആ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്ന ശക്തിപാദം ആരിൽ എപ്പോ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് നമ്മളിത് കാണുന്നത്. അപ്പൊ ഓരോ ജീവിയുടെയും വ്യക്തിയുടെയും ആയുസ്, കർമ്മം, ധനം, വിദ്യ, മരണം, 5 കാര്യങ്ങള്. പ്രത്യേകിച്ച് മനുഷ്യരുടെ കാര്യമാണ് ഇതിൽ പറയുന്നത്. ജീവി എന്ന് പറയുമ്പോൾ ജന്മം എടുത്തവരെല്ലാം ജീവികളാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചറിയാറില്ല ഇല്ലേ. പശു പക്ഷി മൃഗാദികളുടെ കാര്യം നമ്മൾ അറിയേണ്ട കാര്യമില്ല. പക്ഷെ മനുഷ്യരുടെ ആയുസ്, കർമ്മം, ധനം, വിദ്യ, മരണം, ഈ 5 കാര്യങ്ങളും ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ഈശ്വര നിശ്ചിതങ്ങളാണ്. വളരെ വ്യക്തമായിട്ടാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. ഇത് ചാണക്യനീതി എന്ന് പറയുന്ന ഒരു ബുക്കിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആ വ്യക്തിയുടെ സ്വഭാവം, ആ ഒരു വ്യക്തിയുടെ ചിത്തശേഷി, കഴിവുകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രാഗൽഭ്യം, എന്തിലൊക്കെയാണ് നിപുണത നേടുന്നെന്നുള്ളത്, പ്രവർത്തന രീതി, അനിഷ്ടങ്ങള്, ജീവിതശൈലി എന്ന് വേണ്ട സകലതും ഈശ്വരൻ നിർണയിക്കുന്നത് ആ പ്രകാരം മാത്രമാണ്. ആ പ്രകാരം എങ്ങനെയാണോ ഗർഭത്തിൽ നിശ്ചയിച്ചിരുന്നത് അതുപോലെയാണ് നടക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ വരുമ്പോഴും. അപ്പൊ ഒരു കുടുംബത്തില് ഒരച്ഛനമ്മമാർക്ക് ജനിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവര് വളർന്നു വലുതാകുന്നതോടുകൂടി ഓരോരുത്തരുടെയും ശീലങ്ങള്,
പെരുമാറ്റ രീതികള്, ബുദ്ധി സാമർഥ്യം, പ്രവണതകള്, കഴിവുകള്, താല്പര്യങ്ങള്, വിയോജിപ്പുകള്, ഇങ്ങനെ എല്ലാം വളരെയധികം വ്യത്യസ്തമായിട്ടാണ് രൂപപ്പെട്ടു വരുന്നത്. നമ്മൾ അതെല്ലാം നമുക്ക് വ്യക്തമായിട്ടൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. അപ്പോ അച്ഛനമ്മമാർ പലതും ആഗ്രഹിച്ച് എങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങള് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കുട്ടി വളർന്നു വരുമ്പോ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാത്രമേ അതിനായി തീരാൻ പറ്റുള്ളൂ. നമ്മളൊരു മോൾഡ് ചെയ്യുന്ന ഒരു വഴി കൂടെ ആ കുട്ടി വരണമെന്നില്ല. കാരണം 10-17 വയസ്സാവുമ്പോൾ അതിന്റെ വാസനകള് ആരംഭിക്കാൻ തുടങ്ങും. അപ്പൊ ഇത് നമ്മള് കുറച്ചു പേർക്ക് അല്ല, നമ്മൾ ഈ ഉപാസകർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് അനുഭവപ്പെടുന്നുണ്ട്, ഇല്ലേ? അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ താഴ്ന്ന നിലയിൽ കുപ്പയിലെ മാണിക്യം എന്നൊക്കെ പറയുന്ന APJ അബ്ദുൽ കലാമിന്റെ കാര്യം, KR നാരായണന്റെ കാര്യം, അവരൊക്കെ തന്നെ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും സമുന്നതമായിരിക്കുന്ന പ്രസിഡന്റ് എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് ഉയർന്നവരാണ്. അപ്പൊ അവര് വളരെ താഴ്ന്ന രീതിയിൽ, നമ്മളങ്ങനെ ആദ്യമൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അവരങ്ങനെ വരുന്നു. അപ്പൊ ഈ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. വായിൽ സ്വർണ്ണ കറണ്ടിയുമായിട്ട് ജനിച്ചിട്ട് എത്രയോ വ്യക്തികള് ഒന്നുമില്ലാതെ ആയിത്തീരുന്നതും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും മറ്റൊരാളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ചിന്തിക്കണം അതിനെക്കുറിച്ച്. മറ്റു പലരുമായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളതും ഇതിൽ നിന്ന് മനസ്സിലാകുന്നതും എന്താണെന്ന് നമുക്ക് ചിന്തിക്കണം. എല്ലാറ്റിന്റെയും അടിസ്ഥാനമായിട്ട് ഒരു ഈശ്വര വിധിയുണ്ട്. ഇതാണ് നമ്മള് എന്താ പറയാ, യാതൊരു വിധത്തിലുള്ള സംശയങ്ങൾക്കിടയില്ലാതെ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ എല്ലാവരും അവസാനം ചെന്നെത്തുന്നതും ഈ ഒരു സെന്റൻസിലാണ്. എന്താണ്? എല്ലാറ്റിന്റെയും അടിസ്ഥാനമായിട്ടൊരു ഈശ്വര വിധി ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതനുസരിച്ചിട്ടാണ് സകലതും രൂപപ്പെടുന്നത്, പുഷ്ടപ്പെടുന്നത്, ചലിക്കുന്നത് എല്ലാം. മാത്രമല്ല, നേരത്തെ തന്നെ നിശ്ചയിച്ചതനുസരിച്ചിട്ടാണ് പ്രപഞ്ചത്തിലെല്ലാം നടക്കുന്നത്. അപ്പൊ ഈശ്വരൻ നിശ്ചയിച്ച ഈശ്വര വിധി ഒരു ശകലം പോലും, അതായത് ഒരു കണിക പോലും മാറ്റം വരുത്താൻ ശക്തിയില്ലാത്തവരാണ് നമ്മളെല്ലാവരും. അപ്പൊ മറ്റു ജീവികളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മനുഷ്യജീവികളായ നമുക്ക് പല പ്രത്യേകതകളും ഉണ്ട്. നമുക്കറിയാം, മനുഷ്യജീവികളായ നമുക്ക് മാത്രമേ എന്തൊക്കെയുള്ളൂ? വിവേകം, സൂക്ഷ്മചിന്ത എന്ന് പറയുന്ന വിവേചന ശക്തി ആ ഈശ്വരൻ പൂർണ്ണമായിട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു വർഗത്തിന് മാത്രം, മനുഷ്യൻ എന്ന് പറയുന്ന വർഗത്തിന് മാത്രം. മനനം ചെയ്യാനുള്ള ഒരു മനസ്സ്, മനനം ചെയ്ത് ചിന്തിച്ച് മനസ്സിലാക്കി ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ്, അതിനാണ് വിവേകം എന്ന് പറയുന്നത്. സൂക്ഷ്മമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ്. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ഈ സ്ഥൂലമായിരിക്കുന്നതിന്റെ എല്ലാം അടിസ്ഥാനം എന്താണെന്ന് അവന്റെ ബുദ്ധിയിലൂടെ അവന് മനസ്സിലാക്കാനുള്ള കഴിവും ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റു ഭൂരിഭാഗം ജീവികൾക്ക് എന്താ? ഭൂരിഭാഗം അല്ല, ഒരു 95% ജന്തുക്കളെല്ലാം തന്നെ അവരുടെ ഇൻസ്റ്റിങ്ക്റ്റ്, സഹജമായിട്ടുള്ള ഒരു വാസനയ്ക്ക് അനുസരിച്ചിട്ടാണ് അവര് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് അവർക്ക് ജന്തുധർമ്മം എന്ന് പറയുന്നത്. ജന്തുക്കള്, അവർക്ക് വിവേചനങ്ങളില്ല. അവർക്ക് പ്രകൃതി ഒരു വാസനകൾ കൊടുത്തിട്ടുണ്ട് ഓരോ ഗ്രൂപ്പിന്, ഇല്ലേ? നമ്മള് ശാന്ത സ്വഭാവമുള്ള ജീവികള്, രൗദ്ര സ്വഭാവമുള്ള ജീവികള്, അതിനനുസരിച്ച് അവര് ആനകളുടെ വർഗ്ഗം, അവരെന്ത് കഴിക്കണം? അവര് നോൺ വെജിറ്റേറിയൻ കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറച്ചി കൊണ്ടു കൊടുത്താൽ ആന കഴിക്കുമോ? ഇല്ല. ഓരോ വർഗത്തിനും അതിൻ്റെതായിട്ടുള്ള സഹജമായിരിക്കുന്ന, അതിനാണ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് സഹജവാസന. അതിനാണ് നമ്മൾ ജന്തുധർമ്മം എന്ന് പറയുന്നത്. അതനുസരിച്ച് മാത്രമേ അവർ ജീവിക്കുള്ളൂ. അത് അവർക്കുണ്ട് അങ്ങനെ, അത് മാത്രമേ ഉള്ളൂ. അവർക്ക് ചിന്തിക്കാനൊന്നുള്ള കഴിവില്ല. ഒരേ വർഗത്തിൽപ്പെട്ട ജീവികളുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ അവരുടെ ഭക്ഷണം, മറ്റെല്ലാ രീതികളും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും, സമാന രീതികളായിരിക്കും, അല്ലെ? ഓരോ വിഭാഗത്തിനും ഉള്ളത്. പക്ഷികൾക്കൊരു രീതി, ജന്തുക്കൾക്കൊരു രീതി, ജലജീവികൾക്കൊരു രീതി, എല്ലാ വ്യത്യാസവും ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഹജമായിട്ടുള്ള ധർമ്മം അത് ഒരുപോലെ ഇരിക്കും. ഇത് തീരുമാനിക്കുന്നത് ആരാണ്? ഈശ്വര ശക്തിയാണ്, അല്ലെ? ഇപ്പൊ താറാവ് തന്നെ കരയിൽ ജീവിക്കണം, വെള്ളത്തിൽ ജീവിക്കണം, എന്താ പറയാ, വെള്ളത്തിൽ നീന്തുന്നുണ്ട്. തവള കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയത്? ഇതിന് പുറകിൽ ഒരു നല്ല ഇന്റലിജൻസ് ഉണ്ട്, ഒരു സൂപ്പർ ഇന്റലിജൻസ്. ആ ശക്തി തീരുമാനിച്ചതാണ്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യത്തിലും. പക്ഷെ മനുഷ്യന് ഒരു പ്രത്യേകത ഉള്ളത്, പ്രത്യേക ജ്ഞാനശക്തിയുണ്ട് മനുഷ്യന്, അല്ലെ? ആ ഒരു വിശേഷ ജ്ഞാനം ഉള്ളത് കൊണ്ട് മാത്രം മനുഷ്യന് സ്വതന്ത്രമായിട്ടൊരു ഇച്ഛാശക്തി, ആ സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛാശക്തിയാണ് നമ്മൾ ഫ്രീ വിൽ എന്ന് പറയുന്നത്.
ആ ഫ്രീ വില്ല് പക്ഷെ നമ്മൾ പറയുന്ന ഫ്രീ വില്ല് പോലെ എല്ലാം ചെയ്യാനുള്ള ശക്തിയല്ല. ആ ഉണ്ടോ എന്ന് നമുക്ക് എന്താ പറയാ, ഫ്രീ വില്ല് ഉണ്ടോ എന്ന് നമുക്ക് പറയാം, എങ്കിലും നമ്മൾ അസ്വതന്ത്രരാണ് ഇല്ലേ? അപ്പൊ അതിങ്ങനെ പല ഫാക്ടേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഫ്രീ വില്ല് എന്തിലൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇഷ്ടാനുസരണം നമുക്ക് എല്ലാം അതുപോലെ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് പറ്റുമായിരിക്കാം അല്ലേ? ആ ഒരു ചോദ്യത്തിന് ഇഷ്ടാനുസരണം നമ്മുടെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ട് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് നമ്മൾ പറയുന്നു നമുക്ക് പറ്റും, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പറയൂ അല്ലേ? പക്ഷെ അങ്ങനെ അല്ല. ആ ഇഷ്ടം പോലെയുള്ള ജീവിതം നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റില്ല. സ്വതന്ത്ര ഇച്ഛാശക്തി അഥവാ ഫ്രീ വിൽ എന്നതിന്റെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്താണ് ഈ സ്വതന്ത്ര ഇച്ഛാശക്തി? ആ ഒരു എന്താ പറയാ, ആജ്ഞാശക്തി എന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ഇന്നത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതായത് എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഭരണ സ്വാതന്ത്ര്യം, അപ്പൊ അതായത് ഒരു കടയിൽ ചെന്ന് സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലെയുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലിത്. അതാണ് അതിന്റെ വ്യത്യാസം. ഒരു കടയിൽ ചെന്ന് നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഈ വിലക്കുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം ഇല്ലേ? പക്ഷെ ഇത് അതുപോലെയാണോ എന്ന് ചോദിച്ചാല് അല്ല. നമ്മുടെ ചില പ്രത്യേകതകളെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, അതായത് ശരിക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താ പറയാ, അത് നമുക്കില്ല. കാരണം ഓരോരുത്തരും ഓരോ വ്യത്യസ്തമായിട്ടുള്ള അച്ചുകളിൽ വാർക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതായത് നമുക്ക് വേറൊരു രീതിയിലുള്ള പ്രാപ്തികളോ അനിഷ്ടങ്ങളോ കഴിവുകളോ രൂപമോ പെരുമാറ്റ രീതികളോ അഥവാ വേറൊരു വ്യത്യസ്ത പെരുമാറ്റ രീതി തിരഞ്ഞെടുക്കുവാനോ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കണം ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുന്നതെന്ന്. അതെല്ലാം തന്നെ നേരത്തെ തീരുമാനിച്ച് വ്യവസ്ഥ ചെയ്ത് വച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗർഭപാത്രത്തിലെ ഒരു കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ തീരുമാനിച്ചു വച്ചിരിക്കുകയാണ്. അപ്പൊ അതിനെ വ്യവസ്ഥ ചെയ്തിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക്, അതുകൊണ്ടാണ് കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത്. ഒരു കാരണം ഉണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്. അപ്പൊ കാരണം എന്താ? കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബ്രഹ്മ സത്യം ഇല്ലേ? അവിടെ നിന്ന് നമ്മളെ ഓരോരുത്തരെ എന്തിനാണ് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്? അത് കാര്യം. അപ്പൊ കാര്യമില്ലാതെ കാരണത്തിൽ നിന്ന് ഈ ഭൂമിയിലോട്ട് വരേണ്ട ആവശ്യമില്ല അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു കാരണം കൊണ്ട് ജീവിതം മുഴുവനും, അതായത് അനിശ്ചിതത്വം ഉണ്ട് നമുക്ക്. ഈ ഒരു കാരണം എന്തോ ഒരു കാര്യത്തിനാണ് നമ്മൾ ഇവിടെ വന്നത്. പക്ഷെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ വന്നത് എന്തിനാണോ എന്ന്? ആ ഗർഭപാത്രത്തിൽ ഇരുന്ന് അറിഞ്ഞത് തന്നെ ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം മറന്നുപോയി. നമ്മുടെ പൂർവ്വജന്മാർജിത കർമ്മങ്ങൾ ഒന്നും തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ പരമാർത്ഥം എന്താണെന്ന് പറഞ്ഞാല് നമ്മൾ കാരണം കൊണ്ടാണ് വന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിന് എന്താ അനിശ്ചിതത്വം. ആ കാരണം ഞാൻ എന്തിനാണ് വന്നത് എന്നുള്ള റീസൺ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം ഇല്ലേ? നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ജീവിതാവസാനം, ഈ ഇന്ന വയസ്സ് വരെ നീ ഇത്ര കർമ്മങ്ങൾ ചെയ്യണം, നീ ഇതിനാണ് വന്നതെന്ന് തുടക്കത്തിലേ അറിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാമായിരുന്നു. പക്ഷെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല. കാരണം എന്തിനു വന്നു എന്നുള്ളത് ഇന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അത് പറഞ്ഞു തരാൻ ഈശ്വര ശക്തിയുടെ കൂടെ ആ ഈശ്വരൻ വിധിച്ചിരിക്കുന്ന കർമ്മ വഴികളിലൂടെ പോകുമ്പോൾ മാത്രമേ അന്നന്ന് ഓരോ നിമിഷവും നമ്മുടെ മുമ്പിൽ വരുന്ന അനുഭവങ്ങളിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാവാൻ പറ്റുന്നുള്ളൂ. ഇതാണ് സത്യം. അപ്പൊ ഈ കാരണം കൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതം അനിശ്ചിതത്വമാണ്, ഫ്രീ വില്ല് ഇല്ല എന്ന്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായും തോന്നുന്നു. ഫ്രീ വില്ല് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കടയിൽ ചെന്ന് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് വിവാഹത്തിന് ഇഷ്ടമുള്ള ഭാര്യയെ ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഭർത്താവിനെ ചൂസ് ചെയ്യാം ഇല്ലേ? മക്കളെ ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതെങ്ങനെ ആര് തന്നു നമുക്ക്? അത് നമുക്ക് ഈശ്വര വിധിയുടെ കൂടെ വന്നു ചേർന്നു. നമുക്ക് നല്ല പഠിക്കണ മിടുക്കന്മാരായിട്ടുള്ള ബുദ്ധിയുള്ള മക്കളെ, പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒക്കെ വേണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ ആഗ്രഹിച്ച് കിട്ടണമെന്നുണ്ടോ? ഇല്ല. എന്നാൽ നല്ലവണ്ണം നല്ല ഒരു അച്ഛനമ്മമാർക്ക് ഒരു മന്ദബുദ്ധിയായ മകനെ കിട്ടിയാൽ എന്ത് ചെയ്യും? അതാര് തന്നു? അപ്പൊ നമ്മൾ ഈ ചൂസ് ചെയ്ത ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചൂസ് ചെയ്തതാണോ? അല്ല. യഥാർത്ഥത്തിൽ ഇരിക്കുന്ന സത്യം കാര്യകാരണങ്ങളുടെ ബന്ധമാണ്. അപ്പൊ നമ്മുടെ ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കുന്നു, നമ്മൾ തീരുമാനിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാരണം അത് മുഴുവനും അനിശ്ചിതത്വമാണ്. നാളത്തെ നമ്മുടെ ജീവിതം എന്താകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കി വെച്ചു, നല്ല പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്, നല്ല പണമുണ്ട്, ഇപ്പൊ നല്ല ആരോഗ്യമുണ്ട്. നാളെ പെട്ടെന്ന് കുത്തനെ ഇതെല്ലാം തലകീഴായിട്ട് മറിയാം.
അത് നമ്മളെ എല്ലാത്തിലും എന്താ നമ്മുടെ ഭാവിയാണ് എപ്പോഴും, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് എപ്പോഴും പറയുന്നത് അല്ലെ. കഴിഞ്ഞു പോയത് എന്തോ ആയിക്കോട്ടെ, കഴിഞ്ഞതിൽ നിന്ന് നമ്മൾ പാഠമൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. പക്ഷെ ഫ്യൂച്ചറിനെ കുറിച്ച് വലിയ ചിന്ത. LIC എടുക്കുന്നു, ഇൻഷുറൻസുകളിലൊക്കെ ചേരുന്നു, പോളിസി എടുക്കുന്നു ഇല്ലേ, ഈവൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നു, നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ല അടിസ്ഥാനപ്പെട്ടുള്ള രൂപകളൊക്കെ കൊടുത്ത് എവിടെ പോയാലും ജീവിക്കണം, ഈ ശരീരത്തെ നിലനിർത്തണം, എല്ലാം ഇൻടാക്ട്. പക്ഷെ പെട്ടെന്ന് രാവിലെ ചായ കുടിച്ചോണ്ടിരുന്നപ്പോ ഒരു നെഞ്ചുവേദന വന്നു, 11 മണിക്ക് ഈ ഇൻഷുറൻസിനെയൊക്കെ എല്ലാം വെറുതെ കളഞ്ഞുകൊണ്ട് ആ ജീവൻ ശരീരം വിട്ടുപോയി. ഇത് ആരുടെ നിശ്ചയമാണ്? ഇതിനെയാണ് നമ്മൾ നമുക്ക് ഒന്നിനെയും പറയാൻ പറ്റില്ല. അതാണ് നാളത്തെ നമ്മുടെ ജീവിതം എന്താകുമെന്ന് ഒരു ഉറപ്പില്ല. അപ്പൊ അടുത്ത മിനിറ്റിൽ എന്തും സംഭവിക്കാമെന്ന് നമുക്ക് എപ്പോഴേ അടുത്ത മിനിറ്റിൽ എന്ത് സംഭവിക്കുന്നു യാതൊരു പ്രഡിക്ഷൻസും ചെയ്യാൻ പറ്റില്ല. ഈ വെറുതെ ജ്യോത്സ്യന്മാര് ഒരു ഏകദേശം ജാതകം എന്ന് പറയുന്ന അസ്ട്രോളജിക്കലി അവരെന്തൊക്കെയോ ദശാകാലങ്ങൾ വെച്ച് അവർക്ക് പറയാം. ഒരു 40% ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം ചിലപ്പോൾ ശരിയായി വന്നെന്നും വരാം. പക്ഷേ ഈ നമ്മുടെ ഡേ ടു ഡേ അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ നാളെ എന്താണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയ സൂചന പോലും കിട്ടില്ല. അതാ അതിശയം. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, അയ്യോ ഒന്നും ചിന്തിച്ചു പോലും ഇല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാ നമ്മൾ പറയുന്നത്. ഓരോരുത്തരും നമ്മളെ വിട്ടു പോകുമ്പോൾ നമ്മൾ പറയും, ഇന്നലെ ഈ സമയത്ത് കൂടെ എൻ്റെ അടുത്ത് സംസാരിച്ചാണ്, ഇല്ലെങ്കിൽ എൻ്റെ നിന്ന് ചായ മേടിച്ചു കുടിച്ചോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്താ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? അടുത്ത മിനിറ്റിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ സൂചന പോലും ഇല്ലെങ്കിൽ നമുക്ക് സിക്സ്ത് സെൻസ് ഒന്നുമില്ല. കാരണം എന്തെങ്കിലും ഇൻറ്റ്യൂട്ടീവ് മൈൻഡിന് മാത്രമേ നമുക്ക് അങ്ങനെയൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ നിയന്ത്രണത്തിലുള്ള നമ്മുടെ സ്വഭാവം പോലും മെച്ചപ്പെടുത്തിയെടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഈ ഒരു എന്താ പറയുക, എല്ലാം എന്താ പറയുക, അനിശ്ചിതത്വം. നമ്മൾ വിചാരിക്കും പോലെ നാളെ മുതൽ എൻ്റെ സാധനം നന്നായിട്ട് കൊണ്ടുപോകണം, 5 മണിക്ക് എണീക്കണം, എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നതുപോലെ ചെയ്യും എന്നൊക്കെ വളരെ തീരുമാനങ്ങൾ എടുത്തു. ഇന്ന് 8 മണിയായപ്പോൾ നല്ലൊരു സിനിമ കണ്ടു, അതിൽ ലയിച്ചിരുന്നു. രാത്രി ഒരുപാട് താമസിച്ചു പോയി ഉറങ്ങാനായിട്ട്, രാവിലെ എണീക്കാൻ താമസിച്ചു. 5 മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ചിരുന്ന അലാറം അടിച്ചപ്പോൾ അതിനെ അണച്ചു വെച്ചു, എന്നിട്ട് ഉറങ്ങി 8 മണി വരെ. അത് കഴിഞ്ഞ് എല്ലാം ഒന്ന് താമസിക്കുമ്പം അതിന്റെ തുരുതുര സകലതും താമസിച്ചിട്ട് ആ തീരുമാനങ്ങളൊക്കെ എന്ത് ചെയ്തു? അത് ഇന്നലെ എടുത്ത തീരുമാനം, ഇനി ഞാൻ നാളെ തൊട്ട് അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ തീരുമാനം പോലും, നിസ്സാരമായിട്ട് ഉണർന്ന് എണീക്കുന്ന തീരുമാനം പോലും നമ്മുടെ കയ്യിലില്ല. ഇല്ലേ? ചിന്തിച്ചു നോക്കൂ. കാരണം നമ്മൾ നന്നാവണം എന്ന് വിചാരിച്ചാൽ നമുക്ക് നന്നാവാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഇല്ലേ? മുതിർന്നവരും നമ്മുടെ എന്താ പറയാ പുരാണങ്ങളും ഒക്കെ പറയണു അവനവൻ തന്നെ വിചാരിക്കണം എന്ന്. പക്ഷെ അവനവന് വിചാരിച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റാത്തത്? ഒരു ചെറു തരിക്ക് ഇല്ലെങ്കിൽ ഇത്രയും ശ്രീവിദ്യ ഉപാസന ചെയ്തു, ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സ്വഭാവത്തിന് എന്ത് മാറ്റം വന്നു? എന്തുകൊണ്ട് മാറ്റങ്ങൾ വരുന്നില്ല? 3 വർഷം 4 വർഷം 5 വർഷം ഒക്കെ ആയവര് 6 വർഷം ഇങ്ങനെ വർഷങ്ങൾ കടന്നു പോണു. എന്തുകൊണ്ട് അവരവരുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല? ഒന്നും ക്ഷമിക്കാൻ തയ്യാറല്ല, പെട്ടെന്ന് ദേഷ്യം വരുന്നു, യാതൊരു വിട്ടുവീഴ്ചകളും ഇല്ല. ഇല്ലേ? നമ്മൾ ഇപ്പോഴും നമ്മുടെ എല്ലാ പഴയ കാര്യങ്ങളിലെല്ലാം തന്നെ പിടിച്ചു നിൽക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, എനിക്ക് സ്വയം മാറാൻ പറ്റില്ല. കാരണം ഞാൻ എത്ര വിചാരിച്ചിട്ടും മാറാൻ പറ്റണില്ല. ദുശീലങ്ങള്, അനാവശ്യമായിട്ടുള്ള നടപടികള്, വേണ്ടാത്ത എന്താ പറയാ ആപത്തുകള്, ഈ ബലഹീനതകള്, ഇങ്ങനെ ഒന്നുപോലും നമ്മൾ വിചാരിച്ചിട്ട് നമ്മളെ വിട്ടുമാറുന്നില്ല. ഉടനെ പറയും എനിക്കത് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയും. അല്ലെ? അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തില് ചില കാര്യങ്ങള് നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റണം. ചില കർമ്മങ്ങൾ നമ്മൾ ചെയ്തു തന്നെ തീരണം. ഒരിക്കലും അത് എന്താ പറയാ ആവർത്തിക്കരുത് എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കണു, അത് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്ന ക്രമത്തില് നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ചിന്തകള്, ആ വികാരങ്ങളുടെയും പുറത്ത് ഒന്നിലും നമുക്ക് ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താൻ പറ്റുന്നില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? ജപിക്കാൻ വന്നിരുന്നു, മെഡിറ്റേറ്റ് ചെയ്യാൻ വന്നിരുന്നു, മനസ്സ് എവിടെയോ പോയി. ഉടനെ പറഞ്ഞു, ഇനിയിപ്പോ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യാന്? ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം കൂടെ മെഡിറ്റേഷൻ സമയത്ത് കയറി വന്ന് ഞാൻ എന്ത് സത്കർമ്മം ചെയ്യാനിരുന്നോ അതിനെ മുടക്കി. അപ്പൊ അവിടുന്ന് എണീറ്റ് പോയി. ഇല്ലേ? അപ്പൊ അതിലും നമുക്ക് നിയന്ത്രണം ഇല്ല. അപ്പൊ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങള് മറ്റെന്തോ അത് ഇന്ന രീതിയിലാകണമെന്ന് ഉറപ്പ് വരുത്താനോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ വിചാരിച്ച പോലെ നടത്തിക്കൊണ്ട് പോകാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് പച്ചയായിട്ടിരിക്കുന്ന ഒരു പരമാർത്ഥം മാത്രമാണ്. അപ്പൊ നമ്മുടെയും
നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെയും ജീവിതത്തില് ഇന്നത് വന്നു പോകണമെന്ന് തീരുമാനിക്കാനോ അറ്റ്ലീസ്റ്റ് ആ സംഭവങ്ങളുടെ ക്രമം ഒന്ന് മാറ്റാനോ നമുക്ക് കഴിയണില്ല. മാറ്റണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ പറ്റുന്നില്ല, അല്ലേ? ഏത് സമയത്തും ഉണ്ടാകാനിടയുള്ള രോഗങ്ങള് അതിനെ നമുക്ക് തടയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. മാനസിക അസ്വസ്ഥതകള്, ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന അത്യാഹിതങ്ങള്, അപകടങ്ങള്, ഇവയിൽ ഒന്നിലും നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല, അല്ലെ? വളരെ കാലം സന്തുഷ്ടമായിട്ടിരുന്ന ജീവിതം നയിച്ചു, പെട്ടെന്ന് എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി വന്നു. അത് എങ്ങനെ വന്നു അറിയില്ല. എങ്ങനെയൊക്കെയോ ഞാൻ അങ്ങനെ ചെലവായി, ഇങ്ങനെ ചെലവായി, എനിക്ക് പണത്തിന്റെ ഞാൻ എല്ലാം കൂട്ടി കൂട്ടി ഇങ്ങനെ വെച്ചിരുന്നു എനിക്ക് മാത്രം ചെലവാക്കാൻ വേണ്ടി. പക്ഷെ അത് നഷ്ടപ്പെട്ടു. എങ്ങനെയാണ് അറിയില്ല. ഇല്ലെങ്കിൽ അത് മക്കള് ക്ലെയിം ചെയ്തു, അത് അവർക്ക് കൊടുക്കേണ്ടി വന്നു. അത് നമുക്ക് തടയാൻ പറ്റുമോ? എല്ലാം എന്റേതാണെന്ന് കരുതി കൂട്ടി വെച്ചു. അതുപോലെ നമ്മള് അപ്രതീക്ഷിതമായിട്ട് ചില ബന്ധങ്ങള് നമ്മൾ വളരെ വിശ്വാസത്തോടു കൂടി എന്താ പറയുക, ഫേസ് വാല്യൂ എന്ന് പറയും, കാണുന്നത് ഉടനെ അതിനെല്ലാം സത്യമാണെന്ന് പറഞ്ഞ് കുറെ തീരുമാനങ്ങൾ എടുത്തു. അവരെ കുറിച്ച് ജഡ്ജ്മെന്റ് പാസ്സാക്കി അവരെ വാനോളം ഉയർത്തി ആകാശം വരെ പൊക്കി, ഇല്ലേ? അവർ ഭയങ്കര നല്ലതാണെന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു. നമ്മുടെ സർട്ടിഫിക്കറ്റിന് എന്താ വില? കാരണം നമുക്ക് അവരെ ഒന്നും അറിയത്തില്ല. ഈ അറിയാത്തവരെ ഒരാവശ്യമില്ലാതെ ഉപാസകരെ ആവശ്യമില്ലാതെ പുകഴ്ത്തുകയോ താഴ്ത്തുകയോ ചെയ്യാൻ പാടില്ല. ഒരുപാട് പ്രാവശ്യം ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുന്നത്? ജഡ്ജ് ചെയ്യാൻ ഈശ്വരനുണ്ട്. നമുക്ക് എന്തെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റുമോ? അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ട് അപ്രതീക്ഷിതമായിട്ട് ആദ്യത്തെ അടി കിട്ടുമ്പോൾ പറയുന്നു, അയ്യോ ഞാനിത് പ്രതീക്ഷിച്ചതേ ഇല്ല എന്നല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ഇതിനകത്ത് പ്രതീക്ഷിച്ചിട്ട് നമ്മുടെ തീരുമാനത്തിന് നടക്കുന്നത്? പ്രതീക്ഷിക്കാതെയാണ് എല്ലാ അപകടങ്ങളും നമ്മുടെ വരുന്നത്, ഇല്ല? അത്യാഹിതങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പൊ മനസ്സിലാക്കണം, നമ്മൾ ഒന്നിലും ഒരു ജഡ്ജ്മെന്റ് എടുക്കേണ്ട കാര്യമില്ല. നമ്മള് കുറെ കാലം കഴിഞ്ഞിട്ട് എല്ലാ ബന്ധങ്ങളും എന്നും ഒരുപോലെ പോണമെന്നില്ല. ഭർത്താവ്, ഭാര്യ, കുട്ടികള്, കുടുംബ ബന്ധങ്ങള്, സമൂഹ ബന്ധങ്ങള് എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്കതൊന്നും മാറ്റാൻ പറ്റില്ല. ഏത് സമയത്തും നമുക്ക് രോഗങ്ങള്, എല്ലാ രോഗങ്ങളും എന്താ പറയുക, എല്ലാത്തിനും പ്രതിരോധ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നാലും രോഗങ്ങൾ എപ്പോ വരും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ അത്യാഹിതങ്ങള്, അപകടങ്ങള്, ഇതിലൊന്നും നമുക്ക് നിയന്ത്രണം ഇല്ല. നമ്മുടെ ആരോഗ്യത്തിൽ നമുക്ക് നിയന്ത്രണം ഇല്ല. പക്ഷെ നല്ലതായിട്ട് നല്ല ആരോഗ്യത്തിൽ എന്ന് വെച്ചാൽ ചിട്ടയോടെ ഒരു ജീവിതം നമുക്ക് കൊണ്ടുപോകാനേ പറ്റൂ. അപ്പൊ ചിലപ്പോ പൊടുന്നനെ ആയിരിക്കും ചില മാരക രോഗങ്ങൾ വരുന്നത്, നമുക്കറിയില്ല. നേരത്തെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർമാർ പറയണു. പെട്ടെന്ന് നമ്മൾ രോഗികളായിട്ട് തീർന്ന് നമ്മൾ കിടന്നു പോകണു. അപ്പൊ എത്ര ശ്രദ്ധിച്ച് നടന്നാലും ചിലപ്പോ താഴെ വീണ് കാലൊടിഞ്ഞെന്ന് വരും. നമ്മൾ വളരെ ആരോഗ്യവാനായിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ വെറുതെ വെളിയിൽ നടക്കാൻ ഇറങ്ങി കാല് തന്നെ ഒന്ന് വീണു, അതോടുകൂടി പുള്ളി കാലൊടിഞ്ഞു, ജീവിതത്തിൽ പിന്നെ പുള്ളി കിടപ്പായി. നല്ല ആരോഗ്യമുള്ള ആളാണ്, സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ. അപ്പൊ കുറച്ച് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയും അവരോട്. ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ? അതോ ആ ഒരു അവസരം ആരാണ് ഉണ്ടാക്കിയത്? നമ്മളാണോ? നമ്മൾ എത്ര ശ്രദ്ധിച്ച് നടന്നാലും ചില സമയം ശ്രദ്ധക്കുറവ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തുന്നതല്ല. നമ്മൾ എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ വരേണ്ടത് വരുന്ന രീതിയിൽ വരും. നമ്മൾ പക്ഷെ അതിനോരോ കാരണങ്ങൾ കണ്ടെത്തും. എന്റെ അശ്രദ്ധക്കുറവ് കൊണ്ടാണ്, ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു, കൂടുതൽ ശ്രദ്ധിക്കാമായിരുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെ? ഇതൊന്നും മുൻകൂട്ടി കണ്ട് തടയാൻ സാധിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊള്ളണം. എന്നാല് ചില കടുത്ത അസുഖങ്ങള് നമ്മൾ വിട്ടുമാറി ആരോഗ്യകരമായിട്ടിരിക്കണം നമുക്ക് കാണാൻ. ചിലര് എല്ലാ അസുഖങ്ങളും മാറി വളരെ എന്താ പറയുക ആരോഗ്യത്തോടെ ഇരിക്കുന്നു, പക്ഷെ വർഷങ്ങൾ ജീവിക്കുന്നു, അവർക്ക് ഒരു കുഴപ്പവും ഇല്ല. നമ്മൾ വിചാരിച്ചു മരിച്ചു പോവും. നമ്മൾ പറയും മരണത്തിന്റെ വക്കിലെത്തി, പക്ഷെ ജീവിച്ചു വന്നു എന്നല്ലേ. അവര് പിന്നെ അവർക്കൊന്നും സംഭവിക്കണില്ല. അവർ 10-20 വർഷം അവര് സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പൊ ഭയങ്കര അപകടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നു. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ജീവിതം നമ്മൾ ഒന്നിനും പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കണില്ല. അപ്പോഴും എന്തെങ്കിലും അനുഭവിക്കുന്നു, അത് നമ്മൾ മറന്നു പോണു. നമ്മൾ ഒന്നിനെ കുറിച്ചും ഡീപ്പായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലില്ല. കാരണം എല്ലാം ഒരു പാസിംഗ് സ്റ്റേറ്റിലാണ് നമ്മൾ കാണുന്നത്. അനുഭവങ്ങൾ വരണു പോണു, അത് കുറച്ച് സമയം നമ്മുടെ ബുദ്ധിയിൽ തങ്ങി നിൽക്കും, അത് കഴിയുമ്പോൾ നമ്മളത് വിട്ടുപോകും. നമ്മുടെ ദൈനംദിന ജീവിതം എന്ന് പറയുന്നതിൽ ഒരു അമാനുഷികമായിരിക്കുന്ന ഒരു ശക്തി വിശേഷം നമുക്ക് എല്ലാവർക്കും കാണാം. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോണു. ഉദാഹരണമായിട്ട് നമ്മൾ റോഡ് മുറിച്ച് നടക്കുമ്പോൾ, ഒരാൾ റോഡ് മുറിച്ച് കിടക്കുന്നു എന്ന് വെക്കൂ, ഒരു കാറ് ചീറിപ്പാഞ്ഞ് നമ്മുടെ അടുത്തൂടെ പോയി, നമ്മൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നു, പിന്നെ അത് മറന്നു പോണു. അപ്പൊ സൂക്ഷ്മമായിട്ട് അതിനെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ആ അനുഭവങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചവരാണ് നമ്മൾ. ധാരാളം ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടുന്നുമുണ്ട്.
നമുക്ക് ദുഃഖങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാനാണ് ഇഷ്ടം. ജീവിതത്തില് സൂക്ഷ്മമായി നിരീക്ഷിക്കാനോ അതുകൊണ്ട് ഇതൊന്നും അത്ര കാര്യം നമ്മൾ ആ നിരീക്ഷണ പാടവം നമുക്കില്ല. ഇല്ലെങ്കിൽ ആ കാറ് എന്റെ പുറത്ത് തട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേന്? എത്ര അപകടങ്ങൾ, എത്ര ഹെലികോപ്റ്ററിൽ നിന്ന് 10 പേര് വീണ് മരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരാൾ ചിലപ്പോൾ ഹെലികോപ്റ്റർ ഇടിച്ചു നിൽക്കുമ്പോൾ അതിനകത്ത് എല്ലാവരും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് ആരുടെ കയ്യിലാണ്? ഈ നിയാമക ശക്തി എന്താണ്? ഇതൊന്നും നമ്മൾ ചിന്തിക്കാൻ, നമ്മൾ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ അപ്പൊ പറയും. ഇപ്പൊ എന്തെങ്കിലും വന്നാലോ അത് ഈശ്വരന്റെ എന്താ പറയാ അനുഗ്രഹം ഇല്ലായ്മ കൊണ്ടാണോ സംഭവിച്ചത്? അതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്. ജീവിതത്തെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഈ കാര്യമായിട്ട് എടുക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ അദൃശ്യമായിട്ട് ഒരു ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണാം. ഈ ഓരോ സംഭവങ്ങളും അതിന്റെ പ്രതികരണങ്ങൾക്ക് അതായത് അത് നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കി, അതിനൊന്നും ഒരു നിയന്ത്രണവും നമ്മുടെ ഭാഗത്തു നിന്നില്ല. നമ്മൾ ചെയ്തിട്ടല്ല ഇതൊന്നും വരുന്നത്. നമ്മൾ ശ്രദ്ധിച്ച റോഡ് മുറിച്ച് കടന്നു, പക്ഷെ വേറൊരു വണ്ടി ആ ഡ്രൈവറുടെ അലക്ഷ്യമായിട്ടുള്ള ഓട്ടം കൊണ്ട് അത് നമ്മുടെ പുറത്ത് തട്ടിയിരുന്നെങ്കിൽ നമ്മൾ കാലൊടിഞ്ഞ് റോഡിൽ വീണന്. പക്ഷെ ഏതോ ഒരു ശക്തി നമ്മളെ രക്ഷിച്ചു, അല്ലെ? ഏതാണ് ആ ശക്തി നമ്മളെ രക്ഷിച്ചത്? നമ്മൾ ചിന്തിച്ചില്ല. അപ്പൊ ഈശ്വരന് നന്ദി പറഞ്ഞു. അല്ല, അവിടെ തട്ടിയിരുന്നെങ്കിൽ ഈശ്വര എനിക്ക് ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ പരാതിയും പരിഭവം ഒക്കെ പറഞ്ഞ് അങ്ങനെ പോവും. അതാണ് നടക്കുന്നത്. അപ്പോ നമ്മള് എന്താ പറയാ, ഓരോ സംഭവത്തിനും നമ്മൾ എന്താണ് ചിന്തിക്കുക, എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് എന്താ പറയാ, എങ്ങനെയാണ് നമ്മൾ അതിന്റെ എതിരെ പൊട്ടിത്തെറിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ വിളിച്ചു പറയുന്നത്, എങ്ങനെയാണ് ഓരോ സംഭവങ്ങളെയും നേരിടുന്നത്, അത് നമ്മുടെ പിടിയിലല്ല. ഇപ്പൊ പറയാം എനിക്ക് എങ്ങനെ പ്രതികരിക്കുന്നു പറയാൻ പറ്റില്ല. ചിലര് പറയണ കേട്ടിട്ടില്ല, ആ സമയം ഞാൻ വല്ലാതെ പ്രതികരിക്കും. ചിലര് മിണ്ടാതിരിക്കും, ചിലര് വളരെ ഇമോഷണൽ ആയിട്ട് പ്രതികരിക്കും. അതും നമ്മുടെ കയ്യിലല്ല. അപ്പൊ എങ്ങനെ പറയാൻ പറ്റുന്ന നമുക്കറിയില്ല. നമ്മൾ എങ്ങനെ പറയുന്നു നമുക്ക് പറയാൻ പറ്റില്ല എന്നാ പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ കയ്യിൽ? എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ കയ്യില്? നമ്മുടെ പൂർവ്വ നിശ്ചയം എന്തെങ്കിലും നമുക്ക് നടപ്പാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ചുരുക്കി പറഞ്ഞാല് ഒരു ബട്ടൺ അമർത്തുമ്പോൾ ചലിക്കുന്ന ഒരു ബൊമ്മകള്, അല്ലെ? അഥവാ ചാവി കൊടുത്താൽ തിരിയുന്ന വെറും പാവകളാണ് നമ്മള്. ആരാണ് ആ ചാവി കൊടുത്തോണ്ടിരിക്കുന്നത്? ആരാണ് നമ്മളെ ഈ ഒരു ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാണ് നമ്മുടെ അവസ്ഥ. നമുക്കറിയില്ല, ആരാണെന്ന് അറിയില്ല, അല്ലെ? ഈ അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ നമുക്കറിയാം. പുതിയ എന്താ പറയാ, അതിന് പ്രത്യേകിച്ച് അറിവൊന്നും വേണ്ട. ഇതിരുന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി. ഇതിനെയാണ് നമ്മള് എന്താ പറയാ ഇൻട്രോസ്പെക്ഷൻ, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ആകപ്പാടെ അവലോകനം. നമ്മൾ പറയും മറക്കേണ്ട കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അയ്യോ അതൊക്കെ എന്തിനാണ്? തീർച്ചയായിട്ടും ജീവിതം എന്ന് പറയുന്ന ഈ പ്രഹേളികയെ നമ്മൾ വിലയിരുത്തണം. എന്നാലേ നമുക്ക് ഈശ്വരന്റെ ശക്തി, ആ ഈശ്വരൻ എന്ന് പറയുന്ന മഹാശക്തി നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ആ ജീവിതം അവസാനിക്കുന്നു തോന്നിയ ആ വക്കിൽ നിന്ന് നമ്മുടെ കൈ തന്ന് ആ അദൃശ്യ ശക്തി നമ്മുടെ കൂടെ നിന്ന് നമ്മളെ കളിപ്പിക്കാനായിട്ട് ഈ ജീവിതമാകുന്ന കളിത്തട്ടിൽ ഇറക്കിവിട്ട ആ ഈശ്വരൻ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത്, എത്രത്തോളം വിശ്വസിക്കുന്നോ അത്രത്തോളം നമ്മളെ ആ ഒരു പ്രൊട്ടക്ഷൻ തരുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം നമുക്ക് ഇതിലൊന്നും താല്പര്യമില്ല, അല്ലെ? നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് ആലോചിക്കുകയോ അതിനൊന്നും മെനക്കെടാറേയില്ല, അതിനൊന്നും സമയമില്ല. ഒന്ന് കഴിഞ്ഞു അടുത്തതിലോട്ട് പോയി. ജീവിതം ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളുടെ കൂടെ ഇങ്ങനെ ഒഴുകി പൊക്കോണ്ടേയിരിക്കുന്നു. പക്ഷെ നമുക്ക് ഈ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കാനും രസകരമാക്കാനും ഉള്ള ഒരു സൂത്രം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. നമ്മൾ എന്തിനാ ഈ ദുഃഖവും എന്താ പറയാ ഇങ്ങനെ വിഷമിച്ചും ഇങ്ങനെ എന്താ പറയാ ദുഃഖിച്ച് എനിക്ക് അത് വന്നല്ലോ ഇത് വന്നല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്? ആ കാര്യം, അതിന്റെ ഒരു പാസ്വേഡ് നമ്മുടെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ എല്ലാം നേരിടുവാനും എല്ലാം നിയന്ത്രിക്കുവാനുള്ള ഒരു കഴിവ് തന്നിലുണ്ട് എന്നൊരു മിഥ്യാധാരണ, അതിനെയാണ് നമ്മൾ ഈഗോ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് എന്താണ് ഈഗോ എന്ന് ചോദിച്ചാല്, എനിക്ക് പറ്റും, എനിക്കുള്ളതെന്നൊക്കെയുള്ള ആ വികാരം, ഒരു വികാര തള്ളല്. അതായത് ഞാനെന്ന് പറയുന്നത് ഈ വ്യക്തി ശരീരത്തെ വെച്ചുകൊണ്ട് എൻ്റെ പുറകിൽ കുറച്ച് പേരുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ധനമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട് എന്നുള്ള ഒരു വ്യക്തിഗതമായിട്ടുള്ള ആ ഒരു തോന്നലിനെയാണ് നമ്മൾ ഈഗോ എന്ന് പറയുന്നത്. ആ ഒരു വിചിത്രമായിട്ടുള്ള ഒരു അധികാരം, അല്ലെ? അതിനെ എന്താ പറയുന്നത്? ആ ഒരു യുക്തികള് നമുക്ക് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിചിത്രമായിട്ടൊരു ശക്തി. ഇതിനെയാണ് നമ്മൾ വ്യാജ വ്യക്തിത്വ ബോധം എന്ന് പറയുന്നത്, അഥവാ ഈഗോ. ഈഗോ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഉണ്ടോ? ഇല്ല.
അതൊരു വ്യാജമാണില്ലേ, അതൊരു കള്ളമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, ഓരോന്ന് ചിന്തിച്ചാലും ശരീരത്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കൂടെയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, കാലത്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കൂടെ ഭർത്താവ്, ഭാര്യ, കുടുംബത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ധനത്തെ പറ്റില്ല. അപ്പൊ പിന്നെ ഇത് പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളില് എനിക്ക് പറ്റും എന്നൊരു തോന്നൽ ഉണ്ടാക്കി തരുന്ന ബോധം, അതിനെയാണ് നമ്മൾ ഫോൾസ് ഈഗോ അല്ലാതെ വ്യാജ വ്യക്തിത്വ ബോധം എന്ന് പറയുന്നത്. നമ്മൾ ഈശ്വരന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ്, ആ നിയന്ത്രണത്തിലുള്ള വെറും പാവകളാണ് എന്നുള്ള ഒരു സുപ്രധാന സത്യം നമ്മൾ മറക്കുന്നത് ഇതുകൊണ്ടാണ്. അത് നമ്മിൽ നിന്ന് എന്താ പറയാ മരിക്കുന്നത് വരെ ഈ എന്താ പറയാ ഈ ഈഗോ കാരണമാണ് നമുക്കത് വിട്ടുകൊടുക്കാൻ പറ്റാത്തത്. കാരണം നമുക്ക് ഒരു സ്ഥലത്തില് ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്കറിയാം, നമ്മൾ ദുഃഖത്തിലും സുഖത്തിലും ആ സുഖ സമയത്ത് ഏറ്റവും കൂടുതൽ വിശ്രാന്തി സ്ഥാനം കിട്ടുന്നത് ഒരു അമ്പലത്തിന്റെ നടയിലോ ഒരു പൂജാമുറിയിലോ ഒരു തൊഴുന്ന വിഗ്രഹത്തിന്റെ മുമ്പിലായിരിക്കും, ഇല്ലേ? ജാതി മത ഭേദമന്യേ എല്ലാവരും ദുഃഖങ്ങൾ വരുമ്പോൾ ആ ഒരു വിശ്രാന്തി സ്ഥലത്താ ചെന്ന് നിൽക്കുന്നത്. അപ്പൊ അതില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ, സുഖമായിട്ടിരിക്കുമ്പോൾ നമ്മളത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അതിനെയാണ് നമ്മൾ ഈഗോ എന്ന് പറയുന്നത്. ആ മരണം വരെ നമ്മൾ ആ ഈഗോയെ പിടിച്ചിങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ് നമുക്ക് ആ ടോട്ടൽ സറണ്ടർ പറ്റാത്തത്. അപ്പൊ എങ്ങനെയാണ്, അപ്പൊ ഈ ഈഗോ കാരണമാണ്, അതായത് നമുക്ക് ഇങ്ങനെ ഒരു സറണ്ടർ ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ദുഃഖം വരുമ്പോൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞതുമാണ്, ഇല്ലേ? നമുക്ക് ഈശ്വരനല്ലാതെ ആരുമില്ല, ഒരു കൈത്താങ് അവിടുന്ന് മാത്രമേ ഉള്ളൂ, അത് അങ്ങ് അദൃശ്യനാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ആ ഒരു പല ജീവിതത്തിന്റെ പല മുഹൂർത്തത്തിലും എന്നെ രക്ഷിക്കുന്നത് എനിക്കറിയാം. ഇതെല്ലാം അറിയാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആ ഈശ്വരന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തുകൂടാ? ഇതാ ചോദ്യം. അപ്പൊ നമ്മളിത് മറക്കുന്നത് ഈ ഈഗോ ഉള്ളത് കൊണ്ടാണെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. നമ്മളില് മറയ്ക്കപ്പെടുക ചെയ്യുന്നത്. ഈ ഈഗോ നമ്മുടെ യഥാർത്ഥ ആ ബോധത്തെ മറച്ചു കളയാൻ. അപ്പൊ എങ്ങനെയാണ് ഇതെന്ന് ചോദിച്ചാൽ, ഈശ്വരൻ എല്ലാ പ്രാണികൾക്കും കർമ്മനിരതമായിരിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ഒരു മനസ്സ് എന്ന ഒരു കർമ്മ വ്യാപൃതമായിരിക്കുന്ന തലം കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. പശു ആണെങ്കിൽ അതിന് പുല്ല് തിന്നുന്നു, അതെപ്പോഴും ഉറങ്ങുന്നു, അതിൻ്റെതായ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ആ ഒരു മനസ്സ് എന്ന് പറയുന്നിരിക്കുന്ന ഒരു തലം ഉണ്ടല്ലേ. മനുഷ്യന് മാത്രമല്ല, അത് എല്ലാ ജീവികൾക്കും ആവശ്യമുണ്ട്. അപ്പൊ അവനവന്റെ പ്രകൃതിക്ക് അനുസരിച്ചുള്ള കർമ്മങ്ങളിൽ ഔത്സുക്യമുള്ളത്, അതായത് പ്രവർത്തനങ്ങളിൽ ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന ഒരു മനസ്സ്, അത് മനുഷ്യ മനസ്സിന് മാത്രമാണ് ഒരു പ്രത്യേകത ഉള്ളത്. എന്താണ്? നല്ലതും ചീത്തയും, വേണ്ടതും വേണ്ടാത്തതും ആ ഒരു തിരിച്ചറിയാനുള്ള വിവേകം. അതിനെയാണ് നമ്മൾ വിവേചന ശക്തി, വകതിരിവെന്നൊക്കെ പറയുന്നത്. ഔചിത്യ ബോധം, ഡിസ്ക്രീഷൻ എന്നൊക്കെ പറയില്ലേ? നിന്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടിരിക്കുന്നു, നീ നിനക്ക് തിരിച്ചറിവ്. നമ്മള് സ്പിരിച്വൽ പാത്തിൽ പറയും നിത്യ അനിത്യ വിവേകം. ഇതാണ് മനുഷ്യന് വേണ്ടത്. അപ്പൊ ഒരു കോമൺ സെൻസ് എന്നും പറയാം, ഇല്ലേ? സാധാരണ മനുഷ്യൻ നമ്മൾ പറയില്ല, അറ്റ്ലീസ്റ്റ് ഒരു കോമൺ സെൻസ് എങ്കിലും വേണ്ടേ? എന്താ ഈ കോമൺ സെൻസ്? കോമൺ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഉള്ളത്, അല്ലെ? ആ സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിവേചിച്ചറിയാനുള്ള ശക്തി, അതിനെയാണ് കോമൺ സെൻസ്. അതുപോലും ഇല്ലാതെ നീ മനുഷ്യനല്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നില്ലേ? നമ്മൾ എത്രയാ കാണുന്നത് മനുഷ്യനെ പട്ടിയും പൂച്ചയും പോലെ വെട്ടിക്കൊല്ലുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യന്റെ സാധാരണ ചിന്തയെങ്കിലും അവരുടെയൊക്കെ മനസ്സിലുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ആ വിവേചന ബോധം, ആ ഔചിത്യ ബോധം, ആ ഡിസ്ക്രിഷൻ എന്ന് പറയുന്ന ഒരു വലിയ വേർതിരിവാണ് ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്നത്. ആ എന്തൊക്കെ ഇതിന് നമുക്ക് പേര് പറഞ്ഞാലും ഇത് നമുക്ക് തന്നിരിക്കുന്നത് ഈശ്വരൻ വേറൊരു ശക്തിയാണ്, നമ്മുടെ ശരീരത്തിൽ തന്നെ ഇരിക്കുന്ന വേറൊരു ശക്തിയാണ് എന്ന് തിരിച്ചറിയാം. അപ്പൊ ഈ മനുഷ്യരാശിക്ക് മാത്രമായിട്ട് മറ്റൊരു മനസ്സുകളുടെ കൂടെ ഈശ്വരൻ കൊടുത്തിട്ടുള്ള ഒരേ ഒരു ശക്തി മനുഷ്യരാശിക്ക് മാത്രം തന്നിരിക്കുന്നതാണ് ഇത്, ഈ ഒരു വിവേചന ശക്തി. അതായത് വികാരങ്ങള് അഥവാ നമ്മുടെ ഉള്ളിൽ വരുന്ന ഇമോഷൻസ്, അതിനെ എല്ലാം തന്നെ അവന്റെ സ്വാധീനങ്ങൾക്ക് വഴങ്ങി സദാ ചിന്തിക്കുന്ന ഒരു മനസ്സ്, അല്ലെ? എപ്പോഴും നമ്മൾ എന്താ മനസ്സ് ഇങ്ങനെ കൊണ്ടുവന്ന ഓരോ കാര്യങ്ങൾ ഇട്ട് തരും നമുക്ക്. വെറുതെ ഇരിക്കുമ്പോ എന്താ, ഞാൻ പണ്ട് കണ്ട ഒരു സിനിമയിലെ രംഗം കൊണ്ടുവരും, ഉടനെ അതിൽ അഭിനയിച്ച നായിക ഇപ്പൊ എവിടെയായിരിക്കും, അവരെ കുറിച്ച് കുറെ ചിന്തിച്ച് കുറെ സമയം അങ്ങനെ പോയി, ഇല്ലേ? അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിക്കാത്തതും ഇനി വരാൻ പോകുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ കണ്ണിൽ കൂടെ കാതിൽ കൂടെ ഒക്കെ കേട്ടതും കണ്ടതുമായിട്ടുള്ള അറിവുകള് മനസ്സിൽ എന്ത് ചെയ്യും? ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ട് അതിനെ ചിന്തിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും. ഇതാണ് മനസ്സ്. അതുകൊണ്ടാണ് സ്വയം സങ്കല്പ വികല്പങ്ങൾ ഉണ്ടാക്കുന്ന മനസ്സെന്ന് പറയുന്നത്.
സങ്കല്പ വികല്പങ്ങൾ എന്താ? സങ്കല്പങ്ങൾ എന്നുള്ളത് ഭാവിയെക്കുറിച്ചും, വികല്പങ്ങൾ എന്നുള്ളത് ഈ പറഞ്ഞ കഴിഞ്ഞു പോയതിനെ കുറിച്ചും വരാതിനെ ഇരിക്കുന്നതിനെ കുറിച്ചും വീണ്ടും വീണ്ടും യാതൊരു ആവശ്യവും ഇല്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് വികല്പങ്ങൾ. അതാണ് സങ്കല്പ വികല്പമായിരിക്കുന്ന മനസ്സ്. അപ്പൊ ആലോചന എന്ന ഒരു ഭാരവും ചുമന്നുകൊണ്ട് നമ്മൾ സദാ ഒരു മനസ്സ് ഇല്ലേ, ഈ മനസ്സിന് എന്താ വേറെ ഒരു പണിയില്ല, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്താ ഒരു നേരമെങ്കിലും വെറുതെ ഒരു തോട്ട്ലെസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് നമുക്ക് ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പൊ മാത്രമേ ഈ ചിന്തകളെയൊക്കെ കഴുകി കളഞ്ഞിട്ട് നമ്മുടെ ചിന്തകളില്ലാത്ത ആ ഒരു പരമമായിരിക്കുന്ന ഗുഹയിലോട്ട് പോയി ആ വിശ്രാന്തി സ്ഥാനത്ത് ഗാഠനിദ്ര 3-4 മണിക്കൂർ കിട്ടുന്ന ആ അവിരാമമായിരിക്കുന്ന അവിഛിന്നമായിരിക്കുന്ന ആ പരാശക്തിയുടെ ഊർജമാണ് ആ പിറ്റേ ദിവസം മുഴുവനും നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത്. നമ്മൾ കഴിച്ച ഭക്ഷണമൊന്നും അല്ല അത്. മനസ്സിന്റെ ഊർജം നഷ്ടപ്പെട്ടാൽ ശരീരത്തിന്റെ ഊർജം നഷ്ടപ്പെടും, സംശയമില്ല. മനസ്സ് തളർന്നവൻ അധികാലം ജീവിച്ചിരിക്കില്ല. മനസ്സ് തളരാൻ പാടില്ല. മനസ്സെപ്പോഴും എന്താണ്? ആ ഒരു അതിനാണ് ഉറക്കം അത്യാവശ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒന്നും നമ്മൾ മനസ്സിനെ പിടിച്ചു കെട്ടുന്നില്ല. നമുക്ക് ഭാവി വർത്തമാനം ഇങ്ങനെയുള്ളതിനെ കുറിച്ച്, ഭൂതകാലത്തെ കുറിച്ച്, വർത്തമാനകാലത്തിൽ നിൽക്കുന്നേ ഇല്ല. അപ്പൊ മനസ്സിങ്ങനെ ചിന്തകളുടെ ഭാരം കൊണ്ട് തളർന്ന് അതിനെന്താ വേറെ ഒന്നും ചിന്തിക്കാനുള്ള കഴിവില്ലാതെ തളർന്ന് നമ്മൾ ഉറങ്ങിപ്പോവുക ചെയ്യുക. ഉറങ്ങുമ്പോ നമ്മുടെ ആ ഡീപ്പ് സ്ലീപ്പിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചെങ്കിലും ആ സുഖം അനുഭവിക്കുന്നത് ഇല്ലേ. നമ്മുടെ വികാരങ്ങളുടെ തീവ്രത നമുക്ക് എപ്പോഴും മനസ്സിന് ഭാരം കൂട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ പറയണ കേട്ടിട്ടില്ലേ, വിഷമങ്ങൾ വരുമ്പോ അയ്യോ തളരുന്നു, എനിക്ക് വയ്യ, ഞാൻ ക്ഷീണിച്ചു പോണു. എന്താ? മനസ്സിന്റെ ഭാരം. എന്താണ് ഈ ഭാരം കൂട്ടുന്ന വസ്തുക്കള്? നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങള്, നമ്മൾ ചെയ്തു കൂട്ടിയത്, ആരെങ്കിലും പറയുന്നത്, നമുക്കിനി ചെയ്യാതിരിക്കാനുള്ള ഡിസിഷൻ എടുത്തത്, മാറ്റി ചെയ്തത്, ഇങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിന് ഭാരം കൂട്ടും. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ അപ്പോഴും നമ്മൾ പറയും എന്തൊരു സന്തോഷം, സമയം പോയത് അറിഞ്ഞേയില്ല. ഇതിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു എന്താ പറയാ ഒരു ചെലന്തി, അതിന്റെ വല, അതിന്റെ ഉള്ളിലിരിക്കുന്ന സെക്രീഷൻ കൊണ്ട് അത് വലയുണ്ടാക്കുന്നത്. അതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചിന്തകൾ കൊണ്ട് വലയുണ്ടാക്കി അതിൽ വീണ്ടും സങ്കല്പ വികല്പങ്ങളാകുന്ന ഓരോന്നുണ്ടാക്കി വീണ്ടും പൊങ്ങിയും താണും ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത്? വികാരങ്ങളുടെ ഈ തീവ്രത നമുക്ക് എന്തുകൊണ്ട് വരണു? അറ്റാച്ച്മെന്റ് കൊണ്ട്. എന്തിനോടൊക്കെയാണോ നമ്മൾ കാമം, എന്തിനോടൊക്കെയാണോ നമുക്ക് ആഗ്രഹങ്ങള്, എന്തൊക്കെയാണോ എന്റേതെന്ന് പറയുന്നത്, അത് മാത്രമേ നമ്മളെ ദുഃഖിപ്പിക്കൂ. സത്യമാണിത്. പ്രപഞ്ചത്തിൽ 100% വിശ്വസിക്കാവുന്ന ഏക സത്യം എന്താണ്? നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഒരാളാണ്, നമുക്ക് ആ ആളിനെ അറിയേയില്ല, അയാളുടെ കാറ് തട്ടി, നിങ്ങൾ എത്ര വിഷമിക്കുന്നുണ്ട്? നാളെ അയാളുടെ ഭാര്യയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു പോയി, എനിക്ക് അയാളെ അറിയത്തേ ഇല്ല, ഒരു വിഷമവും ഇല്ല. അതേസമയം നമ്മുടെ ആരുടെയെങ്കിലും ബന്ധുവാണെന്ന് അറിഞ്ഞാലോ, ബന്ധുവിന്റെ അപ്പൂപ്പന്റെ കുഞ്ഞമ്മയുടെ മകളുടെ മകനാണെന്ന് അറിഞ്ഞാൽ പോലും ബന്ധങ്ങളെ ചിക്കി പറക്കി അവിടെ ഇരുന്നിട്ട് പറയും അയ്യോ എനിക്ക് ദുഃഖം. എന്താന്ന് ചോദിക്കുമ്പോ പറയും ഇന്ന ഒരാള്. ബന്ധം പറയാൻ 1 മണിക്കൂർ സമയം എടുക്കും. ആ ആൾക്ക് എന്തോ പറ്റി. അപ്പൊ ഇതിനൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വരുന്നത് ദുഃഖം? നമ്മുടെ മനസ്സ് അതുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. എന്റെ ബന്ധം, എൻ്റെ അച്ഛന്റെ ബന്ധം, ഇല്ല എൻ്റെ അമ്മയുടെ ബന്ധം, എൻ്റെ മക്കളുടെ ബന്ധം, ഇങ്ങനെ ഓരോ ബന്ധങ്ങളിലും ആവശ്യമില്ലാത്ത അറ്റാച്ച്മെന്റ് വെച്ച് നമുക്ക് കർമ്മങ്ങൾക്കനുസരിച്ച് അവർക്ക് ഫലം കിട്ടണമില്ലേ. അപ്പൊ അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? എൻ്റെ ആളല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ലെ. കർമ്മബന്ധങ്ങളൊക്കെ വിടാനല്ലേ നമ്മൾ ഉപാസന എടുക്കുന്നത്? എന്തിനാ ഉപാസനയിൽ വരുന്നത്? എല്ലാത്തിന്റെയും കടിച്ചു തൂങ്ങി പിറകെ പോവാനാണോ? അല്ല, എല്ലാം വിടേണ്ടത് വിടുക. അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് മരണം. എന്താ അത് വന്നൂടെ? ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ, അവരുടെ എന്താ പറയാ, അവരുടെ പണം നഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ അവര് ദുഃഖിത, ശരി, നമുക്കത് വന്നുപോയി, എന്താ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ചെയ്തു കൊടുക്കുക. അല്ലാതെ ജീവിതം മുഴുവൻ ഒരു 10 ദിവസം അതിന്റെ പിറകെ കടിച്ചു തൂങ്ങി നടക്കലാണോ സാധാരണ ഒരു വ്യക്തി ചെയ്യേണ്ടത്, ഒരു ഉപാസകന്റെ ജോലി? കാരണം ഈ മനസ്സിന്റെ ഖനം, ഈ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വസ്തുവാക്കി മാറ്റിയാലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഭാരം കൂടി ഒരു കല്ല് കെട്ടി കിണറ്റിലിട്ടാല് വളരെ ചെറിയ സാധനങ്ങളൊക്കെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും വെള്ളത്തിൽ, ഇല്ലേ. ഖനമുള്ള സാധനങ്ങൾ അതിന്റെ അന്തരാളത്തില് താഴെ അങ്ങ് താഴ്ന്നു പോകും. ഈ മനസ്സ് അങ്ങനെ ആവശ്യമില്ലാത്ത ഈ പ്രകൃതിയുമായിട്ട് ചേർന്ന വസ്തുക്കളിലൂടെ ചേർന്നുള്ള ഖനങ്ങളൊക്കെ ഇട്ട് അതിനെ ഇല്ലാതാക്കേണ്ട ഒരു വസ്തുവാണോ, അതോ ശുദ്ധമായിട്ട് വെച്ച് എല്ലാ ചൈതന്യങ്ങളും നിറച്ച് യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ സോഴ്സിലേക്ക് പോകേണ്ട വസ്തുവാണ്? എല്ലാത്തിനും ആകെ ഉള്ളത് ഒറ്റ വസ്തുവാണ്, ഈ മനസ്സ്. അപ്പൊ അതിനെ നമ്മൾ കേടുവരുത്തുക ഇല്ല. നമ്മൾ ശരിക്കും രാവിലെ തൊട്ട് രാത്രി വരെ മനസ്സിനെ മന്ത്രം ജപിക്കുന്നുണ്ട്, കണ്ണടച്ച് അവിടെ ഇരുന്ന് കുറെ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നുണ്ട്.
നടന്നും ഇരുന്നും കിടന്നും ഒക്കെ ജപിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിന് ഭാരമാണ്. എന്താ ഈ ഭാരത്തിന് കാരണം? നമ്മൾ വല്ല കല്ലും കെട്ടിവെച്ചോ? നമ്മൾ എന്തിനോടൊക്കെ അറ്റാച്ച്മെന്റ് ഉണ്ടോ അവിടെ നിന്ന് വരുന്ന പ്രതികരണങ്ങളിൽ നിന്നാണ് ഈ ഭാരം. ഇന്ന് രാവിലെ ജോലിക്കാർ വരുന്നു പറഞ്ഞു, വന്നില്ല. ഉടനെ ബാക്കി ഇന്നത്തെ ദിവസം മുഴുവൻ തീർന്നു, അതിനെക്കുറിച്ച് ഭാരം. വന്നില്ല, ഉള്ളതുപോലെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എന്തുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഈസി ആയിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എല്ലാത്തിലും? ഞാനിതൊരു നിസ്സാര കാരണം, ഇതൊക്കെ വളരെ നിസ്സാരം, ആവശ്യമില്ലാത്ത കാര്യത്തില് ദിവസങ്ങളോളം ഭാരം തൂക്കിക്കൊണ്ട് നടക്കുന്ന എത്രയോ പേരെ നമ്മൾ കാണുന്നു. ചോദിക്കുമ്പോ പറയും അത് അവർക്കില്ല, പക്ഷെ നമുക്കാണ് ഈ അറ്റാച്ച്മെന്റ് ഉള്ളത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, എവിടെയൊക്കെയാണോ മനസ്സ് പറ്റിച്ചേർന്നിരിക്കുന്നത് ആ ചേർന്ന ഭാരങ്ങളെല്ലാം നമ്മൾ തൂക്കിക്കൊണ്ട് നടക്കണം. ഒരു ഉറുമ്പിന് വലിയ അരിച്ചാക്ക് തൂക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനെന്താ? അതിന് പറ്റുന്നതേ തൂക്കാൻ പറ്റും. എന്നിട്ടും അത് ഭാരം ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കില്ല, ഇല്ലേ? എന്തെങ്കിലുമൊക്കെ പറക്കി പറക്കി അതുകൊണ്ടൊന്ന് ശേഖരിച്ചു വെക്കുന്ന കാണാം. ഉറുമ്പിനെ പോലെ സദാ അലേർട്ടായിട്ട് അതിന്റെ കർമ്മങ്ങൾ ചെയ്യണം. നമ്മളോ ഈ ഭാരം തൂക്കി വല്ലവരുടെയൊക്കെ ഭാരങ്ങൾ കേട്ട്, ടി വിന്ന് വരുന്ന ഭാരങ്ങള്, നമ്മൾ ന്യൂസിൽ കൂടെ കേൾക്കുന്ന ഭാരങ്ങള്, ഭരണങ്ങളിൽ നടക്കുന്നത്, ഈ ഭാരങ്ങളെല്ലാം തൂക്കി നമ്മുടെ മനസ്സ് അവസാനം ക്ഷീണിച്ച് അന്ന് രാത്രി യാതൊന്നും ചെയ്യാൻ പറ്റാതെ വിഷമിച്ച് ദുഃഖിച്ച് സിനിമകളിലെ നായകനും നായികയും മരിക്കുന്നത് കണ്ടുള്ള ദുഃഖം എല്ലാം കൊണ്ടും നമ്മുടെ 5-6 ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് പോയി കിട്ടും. അപ്പൊ എന്താ ചോദിച്ചാൽ മനസ്സിനൊരു വലിയ വിഷമം. ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാര് അവരിന്ന് എന്നെ അടുത്ത് നന്നായിട്ട് സംസാരിച്ചില്ല, അത് തീർന്നു, മനസ്സിന് ഭാരം. എപ്പോഴും ഈ ഭാരമുള്ള മനസ്സുമായിട്ട് നമ്മൾ എങ്ങനെയാ സാധനയിൽ കൊണ്ടുപോകാമെന്ന് ആലോചിച്ച് നോക്കൂ. ഈ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്ന് ആദ്യം തിരിച്ചറിയൂ. കാരണം എന്താ? ആ ഒരു വ്യതിരിക്തമായിരിക്കുന്ന ഒരു വ്യക്തിത്വം, അതായത് നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്. കാരണം ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു മാഹാത്മ്യം കൽപ്പിക്കുന്നതും നമുക്ക് ഒന്നിനെ വിടാൻ പറ്റുന്നതും നമ്മുടെ മനസ്സുകൊണ്ടാണ്. നമ്മൾ എന്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? ഈശ്വരനാണ്, ഈശ്വര ചിന്തകൾക്കാണ്, സത്കർമ്മങ്ങൾക്കാണ്, സത്സംഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സിന് ഈ ഭാരം വരില്ല. എത്രത്തോളം സത്സംഗത്തിൽ ഇരിക്കുന്നോ ഒരു പുഷ്പം പോലെ, ഒരു അപ്പൂപ്പൻ താടി പോലെ നമ്മുടെ മനസ്സ് സന്തോഷമായിട്ട് പറന്ന് നടക്കുന്നതാണ്. എന്താ അതിന് ഭാരം കൊടുക്കാത്തത്? ഈശ്വരനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഭാരം വരുന്നില്ലേ? ഈ മനുഷ്യ ബന്ധങ്ങളിലാണല്ലോ ഭാരം വരുന്നത്. മനുഷ്യബന്ധങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളതാണ്, ഈ ഭൂമിയിലുള്ളതാണ്. പക്ഷെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ആകാശം, നമ്മൾ വിചാരിക്കുന്നു എവിടെയോ ഇരിക്കണ ഈശ്വരൻ അല്ല, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കണ ഈശ്വരൻ. അത് എത്ര ലാഘവത്തോടെ, നമ്മുടെ ഉള്ളിൽ അറിയാത്ത ഒരു സന്തോഷം. എത്ര ദുഃഖിതനും ഈശ്വരനാമം ജപിക്കുമ്പോൾ ഒരു ആശ്വാസം, ഒരു സന്തോഷം. എന്താ കാരണം? ആ മനസ്സ് എന്ന് പറയുന്നത് ആ ഈശ്വരമയമാണ്. ഈ മനസ്സ് വന്നിരിക്കുന്നത് ഈ ബ്രഹ്മത്തിന്റെ, ഈ പരാശക്തിയുടെ ഏറ്റവും അടുത്തിരിക്കുന്ന ഉപകരണമാണ് മനസ്സ്. അത് പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ജീവാത്മാവ് എന്ന് പറയുന്നത്. അതിന് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. നമ്മളെ നെഗറ്റീവ് ചിന്തകളുമായിട്ട് ആ പരാശക്തിയിൽ നിന്ന് എത്രത്തോളം അകലുന്നോ അത്രത്തോളം നമുക്ക് ഭാരം കൂടും. എത്രത്തോളം ഈ ശക്തിയുമായിട്ട് അടുക്കുന്നോ അത്രത്തോളം മനസ്സ് ലൈറ്റ് ആവും, സന്തോഷമാവും. നമ്മൾ പറയില്ലേ, വിഷമം വരുമ്പോൾ കുറേ നേരം അമ്പലത്തിൽ ചെന്നിരിക്കുക ശാന്തമായിട്ട്, ആരും ഇല്ലാതെ. ഇതെന്തുകൊണ്ട് ശാന്തി കിട്ടുന്നു? എവിടുന്നാണ് ഈ വിശ്രാന്തി? അമ്പലത്തിനകത്തുനിന്ന് നമുക്ക് തന്നാണോ? അല്ല, മനസ്സ് വിശ്രാന്തി സ്ഥലത്തിനെ അന്വേഷിച്ച് പോയി. എവിടെയാണെങ്കിലും നമ്മൾ വിചാരിക്കണോ അമ്പലത്തിലാണ് ഈശ്വരൻ, അതുകൊണ്ട് അമ്പലത്തിൽ പോയി. എവിടെ ഇരുന്നാലും നമ്മുടെ വിശ്രാന്തി സ്ഥലത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഈ വ്യാജ വ്യക്തിത്വം എന്ന് പറയുന്ന നമ്മൾ എന്താ, ആ ഒരു ഈഗോ, നമ്മളെ ആ ഒരു ഭാഗമാണ് നമ്മുടെ ചിന്തിക്കുന്ന മനസ്സെന്ന് മനസ്സിലാക്കണം. ഓരോന്ന് ചിന്തിച്ച് 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 സ്വയം വിശകലനം ചെയ്ത് ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ട് അതിൽ ദുഃഖിക്കുക. അപ്പൊ മനുഷ്യന് എന്താ പറയാ, ആ ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിന്റെ പ്രവർത്തനം അത് ഈശ്വരേച്ഛ കൊണ്ടാണ് നടക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിലൊന്നിലും നമ്മൾ ഉത്തരവാദികളുമല്ല. നിരന്തരം ചിന്തയിൽ മുഴുകുന്ന ഈ മനസ്സ് സദാ ഒരു വ്യാമോഹ കൽപ്പിതമായിട്ടുള്ള അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പ്രകൃതിയിൽ പറയുകയാണെങ്കിൽ അതിന്റെ പേരാണ് മായ. മായ എന്ന് പറയുന്നത്, മായ എന്ന് പറഞ്ഞാൽ യാസ സാമായ, എന്താണ് ഇല്ലാത്തത് അതിനെ ഉണ്ടെന്ന് കാണിക്കുന്നതാണ് മായ. ഈ മായ കാരണം നമ്മൾ എന്താ, ഇത് പ്രത്യേകമായി എന്താ പറയുക, ഒരു വസ്തുവിനെ ആണോ മായ ഒന്ന് കാണിച്ചു തരുമെന്ന് വെച്ചാൽ കാണിക്കാൻ പറ്റില്ല. അത് മനസ്സിന്റെ ഒരു തലമാണ്, ഒരു ആവരണമാണ് മായ. മായ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഞാൻ മായയെ ഇല്ലാതാക്കട്ടെ എന്ന് വെച്ചാൽ മായ അപ്രത്യക്ഷപ്പെടും. അപ്പൊ നമ്മൾ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണിക്കുന്ന ആ മായ നമുക്ക് നമ്മുടെ മനസ്സിന് പലതരത്തിലുള്ള വിഭ്രമങ്ങളെ ഉണ്ടാക്കി കാണിച്ചുകൊണ്ടേയിരിക്കണം. ഇത് പ്രത്യേകമായിട്ട് നമുക്കൊരു വസ്തുവായിട്ട് എടുത്തു കളയാനോ ഇല്ലാതാക്കാനോ പറ്റില്ല. ഓരോരുത്തരുടേത് ആണോ എന്ന് ചോദിച്ചാല്
അല്ല. ഇതെല്ലാം പ്രപഞ്ചത്തിലെ കളക്റ്റീവായിട്ടുള്ള ഒരു എല്ലാ ജീവജാലങ്ങളിലും. പക്ഷെ അവർക്കൊന്നും മായ ബന്ധിതങ്ങളല്ല. നമ്മുടെ മനുഷ്യരെ, നമ്മുടെ മനസ്സ് മായയാല് ബന്ധിക്കപ്പെട്ടിരിക്കുക. അപ്പൊ ഓരോരുത്തരുടെയും നമ്മുടെ അന്തരംഗങ്ങളില്, വികാരങ്ങളില്, കാഴ്ചപ്പാടുകളില്, പ്രതികരണങ്ങളില് സ്ഥിതി ചെയ്യുന്ന ഒരു എന്താ പറയാ, ഒരു ഒരു മറച്ചിരിക്കുന്ന എന്തോ പുറം ലോകത്തുള്ളവയോട് ഉള്ള മനസ്സിന്റെ ഒരു പ്രതികരണം, റിയാക്ഷൻ. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യ മനസ്സിന്റെ വികാരങ്ങളില് വികാര നിർഭരമാക്കി തീർക്കുന്നതെന്ന് നമ്മൾ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ജീവിതം ആനന്ദ സാഗരമാണെന്ന് തോന്നിയാലും ഇടയ്ക്ക് ദുഃഖത്തിന്റെ നിമിഷത്തുള്ളികള് പതിക്കുന്നുണ്ടല്ലേ. ഈ ശൈവ ദർശനത്തില് പ്രധാനപ്പെട്ട ആ ദുഃഖത്തിന് കാരണം പറയുന്നത് ആണവ, മായിക, കാർമിക മലങ്ങള് ഇല്ലേ. നമ്മൾ എത്രയോ പ്രാവശ്യം ഇതിപ്പോ കേട്ടിരിക്കണം. അപ്പൊ ഇതില് നമുക്ക് ഇതാണോന്ന് അറിയാം. ഇതിന് വ്യാജ വ്യക്തിത്വ ബോധം വരുത്തി തീർക്കുന്നത് നമ്മളെ വ്യാജ വ്യക്തിത്വം അല്ലെങ്കിൽ ഈഗോ എന്ന് പറയുന്നത് എന്താണ്? ആണവ മലത്തിനെയാണ്. ജന്മത്തോടുകൂടി നമുക്ക് കിട്ടുന്ന അഹം ബോധത്തിന് പകരം നമുക്ക് കിട്ടുന്ന എന്താ? അഹങ്കാരം എന്ന് പറയുന്ന ഈഗോ. അത് മനസ്സിന്റെ 4 തലത്തില് എല്ലാവരുടെയും കൂടെ ജന്മത്തിൽ എങ്ങനെയാണോ നമുക്ക് ത്വക്ക് എന്ന് പറയുന്ന മഹാഭൂതം നമ്മളിൽ വരുന്നത്, അതുപോലെ എല്ലാ ജീവികളിലും പ്രത്യേകിച്ച് മനുഷ്യനില് വന്നു ചേരുന്ന ഒന്നാണ് ഈ മനസ്സ്. ആ മനസ്സിന്റെ 4 തലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈഗോ, ഞാന് എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ ഈ സമൂഹം നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ഒരു ബോധം വേണം. ആ ഞാനില്ലാതെ പറ്റില്ല. എന്നാലല്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റൂല്ലേ. ഈ ഈഗോ വരുന്നത് ആണവ മലത്തിൽ നിന്നാണ് ഇല്ലേ. ഇതില് സദാ ചിത്തവൃത്തികള്, അതായത് ഇതില് ചിന്തകള്, അതിന്റെ വികാര സ്വാധീനങ്ങളിൽ ആണ്ട് കിടക്കുന്ന ആ ഒരു മനസ്സ്, അങ്ങനെ നമ്മൾ ചിത്തവൃത്തികൾ കൊണ്ട് നമ്മളെ മനസ്സിനെ മൂടിക്കളഞ്ഞിരിക്കുന്നത് എന്താണ്? അതിനെയാണ് നമ്മളെ മായിക മലം എന്ന് പറയുന്നത്. ഇതേ സമയത്തില് ഇതിനെ സംയോജിപ്പിച്ചിരിക്കുന്ന കർമ്മമലം ഇല്ലേ. നമ്മൾ എന്തൊക്കെയോ നേടാൻ കർമ്മം ചെയ്യുന്നു. അപ്പൊ സകല പ്രാണികൾക്കും ഇത് തുല്യമാണ്. എന്നാൽ ബുദ്ധി, വിവേകം എന്നിവയെ നമുക്ക് സമ്മാനമായിട്ട് ലഭിച്ച മനുഷ്യരാശിക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ആണവം, മായ, ഇത് രണ്ടും നമുക്ക് പ്രത്യേകമായിട്ടുള്ളതാണ്. ഈ മായയാണ് നമ്മൾ സംസാരം, പ്രപഞ്ചം, ജീവിതം എന്നൊക്കെ പറയുന്നത്. ആ ഒരു സംസാരം എന്ന ജീവിതം ദുഃഖപൂർണമായിട്ട് തീർത്തിരിക്കുന്നത് നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങള് പറഞ്ഞിരിക്കുന്നു. നമ്മൾ തന്നെയാണ് ഈ മായയെ അറിയാത്തത് കൊണ്ട് നമ്മൾ ദുഃഖപൂർണമെന്ന് പറയാൻ കാരണം. മനുഷ്യന്റെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണക്കാരൻ എന്താണ്? ഈ വികാരങ്ങളെ കൊണ്ട് ചിന്തിക്കുന്ന മനസ്സാണ്. നമുക്ക് വികാരങ്ങളില്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ വികാരങ്ങൾ എന്ന് പറയുന്നതാണ് ഇമോഷൻസ്. ഇമോഷൻസ് പെർമനന്റ് ആണോ? അല്ല. ഇമോഷൻസ് മാറിക്കൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ ഈ ചിന്തിക്കുന്ന മനസ്സ്, അതായത് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയാണ്. ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ അതിനായിട്ട് പ്രവർത്തിക്കും, ഞാൻ സംസാരിക്കുന്നു, ഇങ്ങനെ ഇത് ഞാൻ പ്രതീക്ഷിച്ചതല്ല, പ്രതീക്ഷിക്കാത്ത ഫലം ഉണ്ടായി, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവും സാമർഥ്യവും എനിക്കുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഒരു ബലം കൊണ്ട് ചുമ്മാ കാൽപ്പനികമായിട്ട് ചിന്തിച്ചു കൂട്ടുന്നു. അപ്പൊ ഈ ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലം എന്താണ്? സ്വാത്മാഭിമാനം. ഞാൻ എന്നുള്ള ആ ഒരു വൃക്ഷത്തിന് വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മള്. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.